ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ സെലസ്റ്റിയൽ ഹാർപ്പ് ഗായക സംഘങ്ങളോടൊപ്പം അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി എനിക്ക് ലഭിച്ച അവസരത്തിന് നന്ദിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ദൈവനാമത്തിൽ സമർപ്പിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ വിഖ്യാതമായ പർവ്വത പ്രസംഗത്തോടനുബന്ധിച്ചുള്ള ഒരു ഭാഗമാണിത്. കൂടി നിന്ന ജനത്തോട് കർത്താവ് പറയുകയാണ്. ഇതിൻ്റെ 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. ദൈവജനം ഉപ്പിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായിരിക്കണം. നമുക്ക് ഉപ്പിൻ്റെ 4 പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, അത് മറ്റ് ആഹാരവസ്തുക്കളെ രുചിയുള്ളതാക്കി മാറ്റുന്നു. ആഹാരത്തിൽ ഉപ്പിൻ്റെ അസാന്നിധ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി, ഉപ്പ് മറ്റ് വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമതായി, ഉപ്പ് ശുദ്ധിയാക്കാൻ ശക്തിയുള്ള ഒരു പദാർത്ഥമാണ്. നാലാമതായി, സ്വയം അലിഞ്ഞില്ലാതെയാകുന്ന സ്വഭാവവും അനുഭവവും ഉപ്പിനുണ്ട്. ഉപ്പിൻ്റെ ഈ ഓരോ ധർമ്മവും മനുഷ്യജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ട ഗുണവിശേഷങ്ങളാണ്. സ്വയം അലിഞ്ഞില്ലാതെയായി മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന അനുഭവം. ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തെയും അതിലുള്ളതിനെയും ശുചിയാക്കുന്ന, സംരക്ഷിക്കുന്ന അനുഭവം. എന്നാൽ അതിൻ്റെ കാരം നഷ്ടപ്പെട്ട അനുഭവം എത്ര ദയനീയമാണ്. കർത്താവിൻ്റെ ഭാഷയിൽ, പുറത്ത് കളഞ്ഞ് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നില്ല. തിരസ്കരിക്കപ്പെട്ട അനുഭവമാണിവിടെ കാണുന്നത്. ഉപ്പിൻ്റെ സാന്നിധ്യം നമുക്ക് പെട്ടെന്നറിയാൻ പറ്റും. നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവുമായി നാം അലിഞ്ഞു ചേരേണ്ടതാണ്. ദൈവജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കാരമില്ലാത്ത ഉപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വെളിച്ചം പ്രധാനമായും ഇരുട്ടിനെ അകറ്റുന്ന ധർമ്മമാണ് വഹിക്കുന്നത്. നമ്മെ വെളിച്ചമാക്കി തീർത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനാണ്. ഈ വെളിച്ചത്തിൻ്റെ വക്താക്കളായി നാം മാറണം. അന്ധകാര ശക്തികൾ കൊടികുത്തി വാഴുന്ന ലോകത്തിൽ ദൈവജനം പ്രകാശത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ സാധിക്കണം. ഈ പ്രകാശം ഒരു വഴികാട്ടിയായി, മുന്നറിയിപ്പ് നൽകുന്ന വിളക്കുമരമായി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കണം. നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരാൻ സാധിക്കണം. കർത്താവ് ഭൂമിയുടെ ഉപ്പായി മാറി സ്വയം ശൂന്യനാക്കി മറ്റുള്ളവർക്ക് പ്രകാശം നൽകി വഴികാട്ടിയായി ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നതുപോലെ നാമും ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി തീരാൻ പരിശ്രമിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.